അതിൽ ആദ്യത്തേതിന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നാളെ തറക്കല്ലിടുകയാണ്. അതോടെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഭിന്നശേഷി മേഖലയിൽ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഏറ്റവും വിപുലമായ പുനരധിവാസ ശാക്തീകരണ സഹായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കപ്പെട്ട ഒരു ജില്ല കൂടിയായി മലപ്പുറം മാറുകയാണ്. ഏറ്റവും കൂടുതൽ ഭിന്നശേഷി വ്യക്തികളുള്ള ജില്ല എന്ന നിലയിലാണ് മലപ്പുറം ജില്ലയെ ഇതിനായിട്ട് പരിഗണിച്ചത്. നേരത്തെ എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയായ കാസർഗോഡ് മൂളിയാറിൽ സഹജീവനം സ്നേഹഗ്രാമം അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാകുന്ന ആ കേന്ദ്രം എൻഡോസൾഫാൻ ബാധിതരെയും അതല്ലാത്ത ഭിന്നശേഷിക്കാരെയും സഹായിച്ചുകൊണ്ട് നല്ല രീതിയിൽ മാതൃകാപരമായി തന്നെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അനുഭവത്തിൽ നിന്നുകൂടി ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് രാജ്യചരിത്രത്തിലെ ഗവൺമെൻറ് ആഭിമുഖ്യത്തിലുള്ള ആദ്യത്തെ മാതൃകാ അസിസ്റ്റീവ് വില്ലേജ് തയ്യാറാകുന്നത്. പരസ്പരം സഹായമാകുന്ന നിലയിൽ ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരുമിച്ച് താമസിക്കാവുന്ന വിധത്തിലാണ് ഈ വില്ലേജ് കോംപ്ലക്സ് തയ്യാറാക്കുന്നത്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയോടും കൂടിയാണ് ഈ വില്ലേജ് കോംപ്ലക്സ് രൂപീകരിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ടാണ് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ അത്തരമൊരു അസിസ്റ്റീവ് വില്ലേജ് സാധ്യമാകുന്നത്. ഓട്ടിസം ഉൾപ്പെടെയുള്ള ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തങ്ങൾക്ക് ശേഷം കുട്ടിക്ക് ആരുണ്ട് എന്ന വലിയ ചോദ്യചിഹ്നം മുന്നിലുണ്ട്. അതിന് പരിഹാരം കാണാൻ കഴിയുന്ന വിധത്തിലാണ് ഈ സംയോജിത പുനരധിവാസ ഗ്രാമം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ സർക്കാർ ഏറ്റവും അധികം ശ്രദ്ധിച്ചിട്ടുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ ഭിന്നശേഷി വ്യക്തികളുള്ള ജില്ല എന്നുള്ള നിലയിൽ ഇപ്പോൾ ആ ജില്ലയിൽ 5 ഏക്കർ ഭൂമി കണ്ടെത്തി പുനരധിവാസ ഗ്രാമത്തിന് അവിടെ തുടക്കം കുറിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അഭിമാനകരവും ചാരിതാർത്ഥ്യജനകവുമായി കണക്കാക്കുകയാണ്. തിരൂർ താലൂക്കിലെ കുറുമ്പത്തോർ വില്ലേജിലെ ആദവനാടുള്ള പുത്തനത്താണി ചുങ്കം പ്രദേശത്തെ പാലക്കാട്ടുപറമ്പിൽ 5 ഏക്കർ ഭൂമിയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം ആരംഭിക്കുന്നത്. പുനരധിവാസ ഗ്രാമത്തിൻ്റെ ശിലാസ്ഥാപനം നാളെ 2026 ഫെബ്രുവരി 26 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി നിർവഹിക്കും. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പുതിയ പദ്ധതിയായ സഹജീവനം സഹായ കേന്ദ്രത്തിൻ്റെ പ്രഖ്യാപനവും ആ ചടങ്ങിൽ വച്ച് നിർവഹിക്കും. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസത്തിന് സംസ്ഥാനത്തിൻ്റെ 3 മേഖലകളിലായാണ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 3 പുനരധിവാസ ഗ്രാമങ്ങൾ സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതിന് മലപ്പുറം ജില്ലയിലെ ആദവനാടുള്ള 5 ഏക്കർ ഭൂമി സംവരണം ചെയ്ത് റവന്യൂ ബോർഡ് സാമൂഹ്യനീതി വകുപ്പിന് കൈമാറ്റം ചെയ്തു. അതിലാണ് ഈ അസിസ്റ്റീവ് വില്ലേജ് ഉയരാൻ പോകുന്നത്.